അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് വുളൂഇന്റെ ഫർളുകളിൽ പെട്ടതാണ് കാല് രണ്ടും ഞെരിയാണി ഉൾപ്പെടെ കഴുകുക എന്നുള്ളത്. അതിന് പകരമായി ഖുഫ തടവുക എന്നത് വുളൂഇൽ ഒരു ഇളവായി നമുക്ക് കാണാൻ കഴിയും. അതിന് പകരമായി ഇന്ന് വ്യാപകമായി ആളുകൾ സോക്സിന് മുകളിൽ തടവുന്നത് കാണാറുണ്ട്. എന്നാൽ സോക്സിന് മുകളിൽ തടവിയാൽ വുളൂഅ് ശരിയാവുമോ ഇല്ലയോ എന്നതാണ് ഇന്ന് നാം ചർച്ച ചെയ്യാൻ വേണ്ടി പോകുന്നത്. വീഡിയോ പൂർണ്ണമായും കാണുക, മനസ്സിലാക്കുക. തുടക്കത്തിൽ തന്നെ ഓർമ്മപ്പെടുത്തുന്നത് 4 മദ്ഹബ് അനുസരിച്ചും സോക്സിന് മുകളിൽ തടവിയാൽ വുളൂഅ് ശരിയാവുന്നതല്ല എന്നതാണ്. കാരണം പറയാം ഇൻഷാ അല്ലാഹ്. ഖുഫ തടവുന്നതിനിക്ക് 5 ഷർത്തുകൾ ഇസ്ലാം നമ്മോട് നിർദ്ദേശിക്കുന്നുണ്ട്. ഈ 5 ഷർത്തുകളിൽ പല ഷർത്തുകളും സോക്സ് തടവുന്നതിനോട് യോജിക്കാത്തതാണ്. നമുക്ക് ആ ഷർത്തുകൾ ഏതൊക്കെയാണ് എന്ന് മനസ്സിലാക്കാം. ഖുഫ തടവുന്നതിൻ്റെ ഷർത്തുകളിൽ നിന്ന് ഒന്നാമത്തത് ലബ്സുഹുമ അലാ തുഹുരിൻ കാമിലിൻ, പരിപൂർണമായ ശുദ്ധിയോടു കൂടിയായിരിക്കണം ഖുഫ ധരിക്കേണ്ടത്. എന്ന് പറഞ്ഞാൽ വലിയ അശുദ്ധിയുള്ളവൻ കുളിച്ച് വൃത്തിയായി പരിപൂർണമായ ഒരു വുളൂഅ് എടുത്തതിനു ശേഷമാണ് ഖുഫ ധരിക്കേണ്ടത്. സോക്സ് ധരിക്കുന്ന പല ആളുകളും ജോലിക്ക് പോകുന്നതിന് മുമ്പ് അവരുടെ കുളിയും ബാത്റൂമിൽ പോക്കുമെല്ലാം കഴിഞ്ഞ് വന്ന് യാത്രക്ക് ഒരുങ്ങുന്നതിന് മുമ്പ്, ഷൂ ഇടുന്നതിന് മുമ്പ് സോക്സ് ഇട്ട് ഷൂ ഇടുന്ന ഒരു സ്വഭാവമാണുള്ളത്. അതുകൊണ്ട് തന്നെ അത് ഒരിക്കലും ശരിയാവുന്നതല്ല. ഇനി രണ്ടാമത്തത് ഷർത്ത് ഷത്റുഹുമ മഹല്ലൽ ഫർളി, ഫർളിൻ്റെ മഹല്ല് പൂർണ്ണമായും മറഞ്ഞിരിക്കണം. ഫർളിൻ്റെ മഹല്ല് എന്ന് പറയുമ്പോൾ കാല് രണ്ടും ഞെരിയാണി ഉൾപ്പെടെ കഴുകണം എന്നാണല്ലോ. അപ്പോൾ ഞെരിയാണി ഉൾപ്പെടെ മറയുന്ന ഒന്നായിരിക്കണം ഖുഫ. അപ്പോൾ നമ്മൾ സാധാരണ ധരിക്കുന്ന ഷൂ പറ്റുകയില്ല. കാരണം അത് ഞെരിയാണി പൂർണ്ണമായും മറയുന്ന രൂപത്തിലായിരിക്കില്ല. നിങ്ങൾ ഫോട്ടോയിൽ കാണുന്ന ആ ഷൂ ഉണ്ടല്ലോ, പഴയ ഉസ്താദുമാരൊക്കെ ബൂട്ട് എന്ന് അർത്ഥം വെക്കാറുണ്ട്. കുട്ടികൾ കളിക്കുമ്പോൾ ഇടുന്ന ബൂട്ടല്ല, നേരെ മുകളിലോട്ട് നെരിയാണിയൊക്കെ മറയുന്ന രീതിയിൽ ഉള്ളതായിരിക്കുന്ന ഷൂ, ബൂട്ട്, അതാണ് ശരിയായ ഖുഫ. മൂന്നാമത്തെ ഷർത്ത് ത്വഹാറത്തുഹുമ അനിൻ നജസ്, അത് നജസിനെ തൊട്ട് ശുദ്ധിയുള്ളതായിരിക്കണം. കാരണം ഖുഫയുടെ മേലിൽ തടവി ആ ഖുഫ ഊരാതെ തന്നെയാണ്, ഖുഫയോട് കൂടി തന്നെയാണ് നിസ്കരിക്കേണ്ടത്. ഇനി ഒരാൾ വുളൂഅ് ചെയ്തതിന് ശേഷം പള്ളിയിലേക്ക് കയറുന്ന സമയത്ത് ഖുഫ ഊരിയാൽ ഹംബലി മദ്ഹബ് അനുസരിച്ച് അവൻ്റെ വുളൂഅ് തന്നെ ബാത്തിലാകും. ഷാഫിഈ മദ്ഹബ് അനുസരിച്ച് കാല് കഴുകുക എന്നുള്ള ഫർള് നടക്കാത്തത് കൊണ്ട് അവൻ്റെ വുളൂഅ് പരിപൂർണമായിട്ടില്ല. അതുകൊണ്ട് അവൻ്റെ നിസ്കാരം സ്വഹിയാവുകയില്ല. അപ്പോൾ ഖുഫ ഒരാൾ വുളു എടുക്കുന്ന സമയത്ത് ഖുഫയുടെ മേലിൽ തടവി എന്നിട്ട് പള്ളിയിലേക്ക് കയറുന്ന സമയത്ത് ഖുഫ ഊരിയാൽ അവൻ വീണ്ടും കാല് കഴുകേണ്ടതാണ്. നിർബന്ധമായിരിക്കുന്ന കാല് കഴുകുക എന്നുള്ള കർമ്മം അവൻ നിർവഹിക്കണം. നാലാമത്തെ ഷർത്ത് മൻഉഹുമ നുഫൂസുൽ മാഹി ഇല റിജ്ൽ, ഇതാണ് സോക്സിന് മുകളിൽ തടവിയാൽ പറ്റുകയില്ല എന്ന് കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ പറയാൻ കാരണം മൻഉഹുമ നുഫൂസുൽ മാഇ ഇല റിജ്ൽ, തടവുന്ന സമയത്ത് അവൻ്റെ കാലിലേക്ക് വെള്ളം ചേരുന്നതിനെ തടയുന്ന ഒന്നായിരിക്കണം. അപ്പോൾ ഖുഫയുടെ മുകളിൽ തടവിയാൽ അവൻ്റെ കാലിലേക്ക് വെള്ളം ചേരുകയില്ല. നേരെ മറിച്ച് സോക്സിന് മുകളിൽ വെള്ളം തട്ടിയാൽ
അവൻ്റെ കാല് നനയും, കാലിലേക്ക് വെള്ളം ചേരും. അതുകൊണ്ട് തന്നെ സോക്സിന് മുകളിൽ തടവിയാൽ വുളൂ സ്വഹീ ആവുകയില്ല. ഖുഫയുമായി ബന്ധപ്പെട്ട ഈ ഷർത്ത് സോക്സുമായി ബന്ധിപ്പിക്കാൻ ഒരിക്കലും പറ്റുകയില്ല. അതുകൊണ്ട് തന്നെ സോക്സിന് മുകളിൽ തടവി നിസ്കരിക്കുന്നവൻ്റെ നിസ്കാരം സ്വഹീഹാകൂല, വുളൂ ശരിയാവാത്തത് കൊണ്ട്. അഞ്ചാമത്തത് ഇംകാനു തറത്തുദി ഫീഹിമാ ലിൽ ഹാജാത്തി, അവൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി നടക്കാൻ സൗകര്യമുള്ള ഒന്നായിരിക്കണം. എന്ന് പറഞ്ഞാൽ ഖുഫ ധരിച്ചിട്ട് അവൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടിയൊക്കെ അവൻ പോകാനും വരാനും ഒക്കെ പറ്റുന്ന ഒന്നായിരിക്കണം. മറ്റൊന്നിനോട് ചേർത്തിയിട്ട് മറ്റൊന്നിനോട് ബന്ധിപ്പിച്ചുകൊണ്ട് പറ്റൂല. കാരണം സോക്സ് ഷൂവിൻ്റെ ഉള്ളിലിട്ടിട്ടാണ് നമ്മൾ നടക്കുക. അതല്ലെങ്കിൽ സോക്സ് മാത്രം ഇട്ടിട്ട് സോക്സ് സ്വന്തം ഇട്ട് അങ്ങാടിയിലൂടെയും അതുപോലെ തന്നെ കല്ലിലും മുള്ളിലൂടെയും ഒന്നും നാം നടക്കുകയില്ല. ചെരുപ്പിട്ടിട്ട സോക്സ് ഇട്ടാലും ഒന്നിരിക്കൽ ചെരുപ്പോ അല്ലെങ്കിൽ ഷൂവോ ഇട്ടിട്ടാണ് നാം നടക്കാറ്. അങ്ങനെ പറ്റൂല. ആ ധരിച്ച ഒന്നുകൊണ്ട് അവനിക്ക് നടക്കാൻ പറ്റുന്നതായിരിക്കണം. അത് സോക്സിന് സാധ്യമാവാത്തത് കൊണ്ട് സോക്സ് അതിന് പറ്റൂല. അതുകൊണ്ട് തന്നെ സോക്സിന് മുകളിൽ തടവിയുള്ള വുളൂ സ്വഹീ ആകൂല എന്ന് നാം മനസ്സിലാക്കുക. മുസ്ലിമായ ഓരോരുത്തർക്കും നാലാൽ ഒരു മദ്ഹബ് അംഗീകരിക്കൽ നിർബന്ധമാണ്. അതുകൊണ്ട് തന്നെ നാമൊക്കെ ഷാഫിഈ മദ്ഹബ് അനുസരിച്ച് ഇബാദത്ത് ചെയ്യുകയും ഷാഫിഈ മദ്ഹബ് അംഗീകരിക്കുന്നവരുമായതുകൊണ്ട് സോക്സിന് മുകളിൽ തടവിയുള്ള വുളൂ സ്വഹീ ആവുകയില്ല. ഇന്ന് പലരും ഈ സ്വഭാവം കണ്ടുപഠിക്കുന്നത് ഗൾഫ് രാജ്യങ്ങളിലുള്ള അമീറുമാർ, മുത്തവ്വമാർ ചെയ്യുന്നത് കണ്ടുകൊണ്ടാണ്. അത്തരത്തിൽ ഒരാളോട് അനുകരിക്കൽ ഇസ്ലാമിൽ നിയമമില്ല. ശർഈൻ്റെ നിയമം നോക്കിയിട്ട് വേണം നാം ആരാധന ചെയ്യാൻ. പല വഹാബി പുരോഹിതന്മാരും സോക്സിന് മുകളിൽ തടവി നിസ്കരിച്ചാൽ മതിയെന്ന് പറയാറുണ്ട്. അതൊരിക്കലും സ്വഹീഹാവുകയില്ല എന്ന് നാം മനസ്സിലാക്കുക. ഞാനീ പറഞ്ഞത് സുന്നികളോട് മാത്രമാണ്, മദ്ഹബ് അനുസരിച്ച് ജീവിക്കുന്നവരോട് മാത്രമാണ് എന്നുകൂടെ ഓർമ്മപ്പെടുത്തുന്നു. അല്ലാഹു സുബ്ഹാനഹു തആല നല്ലത് ചെയ്യാനും നല്ലത് പ്രവർത്തിക്കാനും നമ്മുടെ ജീവിതത്തിൽ പകർത്താനും അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. ഈ വീഡിയോക്ക് നിങ്ങളൊരു ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ പ്രിയപ്പെട്ടവരിലേക്കൊക്കെ വീഡിയോ ഷെയർ ചെയ്തു കൊടുക്കണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തി അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. സ്നേഹത്തോടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.